എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഗോതമ്പ് പുട്ടാണ്. ഈ ഒരു ഗോതമ്പ് പുട്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ടാണെങ്കിലും വൈകിട്ടായാലും നല്ല പഞ്ഞി പോലെ തന്നെയാണ് കഴിക്കാൻ പറ്റുക. ഈ ഒരു പഞ്ഞി പോലുള്ള പുട്ട് എങ്ങനെയാണ് എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മളിന്ന് കാണിച്ചു തരുന്നതും. ഇനിയിപ്പോ രാവിലെ ജോലിക്ക് പോകാനായിട്ട് തിടുക്കം കൂട്ടുന്ന എന്റെ കൂട്ടുകാർക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാനുള്ള പൊടി തലേ ദിവസം തന്നെ കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ എളുപ്പത്തിൽ തന്നെ പുട്ട് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു സൂത്രം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഗോതമ്പ് പുട്ട് തയ്യാറാക്കി എടുക്കാനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കണം. ഞാനിവിടെ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി ഒരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റിയിട്ടുമുണ്ട്. ഇനി നമ്മുടെ പുട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ചെറിയ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിൽ നിന്ന് 3 സ്പൂൺ അളവില് ഈ ഒരു പാനിലേക്ക് മാറ്റാം. 1.5 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പൊടിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു തരി പോലും കട്ടകളില്ലാതെയാണ് ഈ ഒരു പൊടിയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടി അടുപ്പിലേക്ക് മാറ്റാം. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ലതുപോലെ വെന്ത് കിട്ടണം. അതുവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പൊടി വേവിച്ചെടുക്കാൻ സാധിക്കും. അതിനായിട്ട് കൈയെടുക്കാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് പൊടി നല്ലതുപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. പൊടി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കട്ടകളായി വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഈ പൊടി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത പൊടി ഒന്ന് ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ചൂടാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്കാണ് ഈ ഒരു കൂട്ട് ചേർക്കേണ്ടത്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 4 കപ്പ് പൊടിക്കും ഈ ഒരു കൂട്ട് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ പൊടി നനച്ചെടുക്കാനായിട്ട് ഇനി വെള്ളത്തിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കുറുക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി പൊടിയും ഈ ഒരു കുറുക്കുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഈ ഒരു കുറുക്കിന് ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പൊടി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടകളൊക്കെ ഉണ്ടാകും. അതൊന്നും സാരമില്ല. നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ പൊടി കുഴച്ചെടുക്കാനായിട്ട് നമ്മുടെ കൈയുടെ ആവശ്യവും വരുന്നില്ല. ഇനി നിങ്ങളുടെ കൈവച്ച സ്പാച്ചുല ഇല്ലെങ്കിൽ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് വരുന്ന പാകമായാൽ നമ്മുടെ പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു പൊടി കുറേശ്ശെ ഇട്ടൊന്ന് കറക്കിയെടുക്കാം. പൊടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് വേണം ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാനായിട്ടും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാലോ, ഒരു തരി പോലും കട്ടകളില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൊടിയും പൊടിച്ചെടുക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് ഒരു 5 കണപ്പുട്ടിനുള്ള പൊടിയാണ് നമ്മൾ ഇന്ന് കുഴച്ചെടുത്തിട്ടുള്ളതും. കൈകൊണ്ട് വാരി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ പുട്ടുപൊടി തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഇനി പുട്ട് വേവിച്ചെടുക്കാനായിട്ടുള്ള പുട്ടുകുടം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യമേ നമുക്ക് തിരുമിയ നാളികേരം ചേർക്കാം. കൂടെ തന്നെ പകുതി അളവില് പുട്ടുപൊടി നിറക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പുട്ടുകണയിലേക്ക് പൊടി നിറച്ചു കൊടുക്കാം. പൊടി നിറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചുകൂടി എടുക്കാം. കണയിൽ നിന്നും ധാരാളം ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. നല്ലതുപോലെ ആവി വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് സിമ്മിലാക്കിയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിച്ച പുട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ കൊത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ പുട്ട് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പുട്ടും ഇതുപോലെ തന്നെ കുത്തിക്കൊടുക്കുവാണ്. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു രീതിയിൽ പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.